ആറ്റൂർ ശ്രീ കാർത്തേനി ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് ഉദാരമായി സംഭാവന ചെയ്തുകൊണ്ട് ഭക്തജനങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പരിഷ്കരിച്ച മദ്രസ പാഠപുസ്തകങ്ങൾ സംബന്ധിച്ചുള്ള മദ്രസ അധ്യാപകർക്കുള്ള 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന ക്ലാസ്സിന് മുള്ളൂർക്കര റേഞ്ചിലെ ആറ്റൂർ നൂറുൽ ഉലൂം മദ്രസയിൽ തുടക്കം കുറിച്ചു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പരിഷ്കരിച്ച മദ്രസ പാഠപുസ്തകങ്ങൾ സംബന്ധിച്ചുള്ള മദ്രസ അധ്യാപകർക്കുള്ള 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന ക്ലാസ്സിന് മുള്ളൂർക്കര റേഞ്ചിലെ ആറ്റൂർ നൂറുൽ ഉലൂം മദ്രസയിൽ തുടക്കം കുറിച്ചു. പുതിയ കാലത്തെ കുട്ടികളെ മദ്രസയിലേക്ക് കൂടുതൽ ആകർഷിപ്പിക്കുന്നതിനും പഠനം എളുപ്പമാക്കുന്നതിനും സഹായകമാകും വിധത്തിൽ ധാരാളം ചിത്രാവിഷ്കാരങ്ങളും ഓഡിയോ വീഡിയോ കണ്ടന്റുകൾ ഉൾപ്പെടുത്തിയാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മദ്രസ പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചിട്ടുള്ളതെന്ന് ആറ്റൂർ മഹൽ ഖത്തീബ് CK ഉമർ അൻവരി പറഞ്ഞു. പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ സംബന്ധിച്ച് പരിശീലനം നൽകുന്നതിനു വേണ്ടി മുള്ളൂർക്കര, ദേശമംഗലം, ചേലക്കര എന്നീ റേഞ്ചുകളിലെ മുഴുവൻ അധ്യാപകർക്കും ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളിൽ രാവിലെ 7 മണി മുതൽ മുള്ളൂർക്കര റേഞ്ചിലെ ആറ്റൂർ നൂറുൽ ഉലൂം മദ്രസയിൽ വെച്ച് നടത്തപ്പെടുന്ന പാഠപുസ്തക ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രയോഗത്തിൽ കൊണ്ടുവരണമെന്ന അതിന്റെ പ്രായോഗിക രീതിയെക്കുറിച്ച് ഈ വലിയ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് മുള്ളൂർക്കര, ചേലക്കര, ദേശമംഗലം ഈ 3 റേഞ്ചുകൾ സംയുക്തമായി ഇവിടെ ഈ ശില്പശാലയിൽ അതിന്റെ ഭാഗമായി നമ്മളൊക്കെ ഒത്തുചേർന്നിരിക്കുന്നത്. ആകാശത്തിന്റെ താഴെ നടത്തുന്ന ഉദ്യോഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സൽക്കർമ്മമാണ് പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളെ നാം ഒക്കെ ഓരോ ദിവസവും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ ആത്മാവിനെ 1 മണിക്കൂറിനകം പിടിക്കപ്പെടാൻ പോകുന്നു എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തൻ്റെ അരികിലുള്ള മനുഷ്യനോട് പറഞ്ഞു കൊടുത്തപ്പോൾ ഞാനിപ്പോൾ നിർവഹിക്കേണ്ടത് എന്താണ് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ച ആദരനോട് മുന്നേറി നിർദ്ദേശിച്ചത് നീ ദീൻ പഠിക്കുക എന്നതാണ്. ആ വലിയ ദൗത്യമാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സംവിധാനങ്ങളിലൂടെയൊക്കെ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ നുകരാൻ നമ്മിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ട മക്കൾ, അവർക്ക് അറബി അക്ഷരമാലയും പരിശുദ്ധ ദീനിന്റെ ബാലപാഠങ്ങളും നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളർന്നു വരുന്ന തലമുറക്ക് ദിശാബോധം നൽകുക എന്ന വലിയ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുമ്പോൾ കാലത്തിനനുസരിച്ച് അവരുടെ പഠന രീതികൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതിൽ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ അതൊക്കെയാണ് ഇന്നും നാളെയുമായി ജംഇയ്യത്തുൽ മുഅല്ലമീൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് A. അഷ്റഫ് ദാരിമി അധ്യക്ഷത വഹിച്ചു. ഷമീർ ധാരിമി പരപ്പനങ്ങാടി, ഷഫീഖ് ഫൈസി കാളിയകാവ്, KK സുലൈമാൻ ധാരിമി എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. സഹിദ് വഹ തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. BAM അജ്മൽ ബാഗഫി, അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ, SMF റേഞ്ച് ജനറൽ സെക്രട്ടറി PK മൂസ, ആറ്റൂർ മഹൽ ഭാരവാഹികളായ OM ഇന്ത്യൻ, AM അലി, PS സംഷുദ്ദീൻ ഹാജി എന്നിവർ സംസാരിച്ചു. മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് KM മുഹമ്മദ് ഹാജി സ്വാഗതവും ചേലക്കര റേഞ്ച് ചെയർമാൻ PS ഗമറുദ്ദീൻ മൗലവി നന്ദിയും പറഞ്ഞു. CCV ന്യൂസ്, ചേലക്കര.